സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറിനെതിരെ ഇരിങ്ങാലക്കുട രൂപതയിലെ വൈദികർ. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കുമെന്ന നിലപാട് സഭാ ചട്ടങ്ങൾക്കെതിരെന്ന് വൈദികർ. ഇരിങ്ങാലക്കുട രൂപതയിലെ 89 വൈദികരാണ് കുറിപ്പ് പുറത്തിറക്കിയത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഉമേഷ്, വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വിവിധ രൂപതകളിൽ നിന്നും ഉയരുകയാണ്. ഏകീകൃത കുർബാന അർപ്പിക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് സർക്കുലർ ഇറങ്ങുന്നു. അതിൽ പ്രതിഷേധിച്ച് വൈദികർ വലിയ തരത്തിൽ വിശ്വാസികൾ ഇതിനെ രംഗത്ത് വരികയും ചെയ്യുന്നു. വലിയ ഒരു തരത്തിൽ തീരുമാനമാകാതെ പോകുന്നു. സിനഡ് യോഗം ചേർന്നെങ്കിലും അന്തിമ തീരുമാനം കൈക്കൊള്ളാതെ പോവുകയാണ്. ഇപ്പോൾ ഈ പ്രതിഷേധം വിവിധ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ്. എന്താണ് ഈ പ്രതിഷേധക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ? അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സഭാമണ്ഡലത്തിൽ പറയാൻ പോവുകയാണ്. ഈ കാര്യങ്ങൾക്ക് ഈ നമ്മുടെ ഈ പരിപാടി എന്ന് പറയുന്നത് ഇവരെ 5 പേരെയും വിചാരണ ചെയ്യാൻ വേണ്ടി 5 പ്രവർത്തകരെ വരും. ആ വിചാരണ വായിക്കും. അവരത് അംഗീകരിക്കും. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറിനെതിരെ ഇരിങ്ങാലക്കുട രൂപതയിലെ വൈദികരും രംഗത്തെത്തിയിരിക്കുന്നു. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കുമെന്ന നിലപാട് സഭാ ചട്ടങ്ങൾക്കെതിരെന്ന് വൈദികർ. ഇരിങ്ങാലക്കുട രൂപതയിലെ 89 വൈദികരാണ് പ്രതിഷേധക്കുറിപ്പ് പുറത്തിറക്കിയത്. വലിയ തരത്തിലുള്ള ഈ വൈദികരെ പുറത്താക്കുന്നത് നിന്ദ്യവും അപലപനീയവുമെന്നാണ് 89 വൈദികർ ഒപ്പിട്ട് പുറത്തിറക്കിയ പ്രതിഷേധക്കുറിപ്പിൽ പറയുകയും ചെയ്യുന്നത്. വലിയ തരത്തിൽ കുർബാന തർക്കം വിവിധ രൂപതകളിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എന്തൊക്കെയാണ് ഈ പ്രതിഷേധക്കുറിപ്പിൽ കൂടുതലായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? നേരത്തെ ഈ ചില മെത്രാനെതിരെ ഇത്തരത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്തവരെ സഭയിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുന്ന നിലപാടിനോട് യോജിപ്പില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിയോജനക്കുറിപ്പ് മെത്രാൻമാർ നൽകിയത്. അതിന് പിറകെയാണ് ഇരിഞ്ഞാലക്കുട രൂപതയിലെ 89 വൈദികർ പ്രതിഷേധക്കുറിപ്പുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് അത് തന്നെയാണ്. ഇത്തരത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്തവർ, അതായത് കേവലം ഒരു അനുഷ്ഠാനത്തിൻ്റെ പേരിൽ അത് നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞ് അവരെ സഭയിൽ നിന്ന് പുറത്താക്കുന്നത് സഭയിലെ നിയമസംഹിതകൾക്ക് തന്നെ എതിരാണ് എന്നുള്ളതാണ് ഈ ഇരിഞ്ഞാലക്കുട രൂപതയിലെ വൈദികർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇരുവിഭാഗത്തും പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സഭാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എറണാകുളം ബിഷപ്പ് ഹൗസിന് മുന്നിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ സിനഡിൻ്റെ തീരുമാനം എത്രയും പെട്ടെന്ന് നടപ്പാക്കണം, അതല്ലാത്ത അതിന് വിരുദ്ധമായി നിൽക്കുന്ന, അത് നടപ്പാക്കാൻ തയ്യാറാകാതിരിക്കുന്നവരെ പുറത്താക്കുക തന്നെ വേണം, അത് ആ സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കണം എന്ന് ചൂണ്ടിക്കാണിച്ച് സഭാ സംരക്ഷണ സമിതിയും രംഗത്തെത്തിയിട്ടുണ്ട്. ആ തരത്തിൽ ഇരുവിഭാഗങ്ങളുടെയും പ്രതിഷേധമാണ് ഈ എറണാകുളത്ത് ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ സിനഡ് തീരുമാനവും ഒപ്പം ഈ സർക്കുലറിനെ സംബന്ധിച്ചുമുള്ള പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഉമേഷ്, ഇപ്പോൾ നിലവിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യം വിശ്വാസികളുടെ വലിയ വിഭാഗം വിശ്വാസികളുടെ വിശ്വാസത്തിനാണോ പ്രാധാന്യം, മെത്രാൻമാർ ഇറക്കിയ സർക്കുലറിനാണോ പ്രാധാന്യം നൽകേണ്ടതെന്നുള്ള ചോദ്യം വിശ്വാസികൾ ഈ ചോദ്യം പല ഘട്ടങ്ങളിലും പല കോണുകളിൽ നിന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിഷേധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കും എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ടോ? അതെ സിജു, ആ തരത്തിൽ തന്നെയാണ് നമുക്ക് കാണേണ്ടി വരിക. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ജൂൺ 9 സർക്കുലർ പുറത്തിറക്കിയത്. ഇത്തരത്തിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് പ്രതിഷേധിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയൊരു സർക്കുലർ, അതായത് ഏകീകൃത കുർബാന നടപ്പാക്കണം എന്നുള്ളത് മുൻപൊരിക്കൽ വന്ന തീരുമാനമാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് 1999 തന്നെ അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ വന്നതാണെങ്കിലും ഈ സഭയ്ക്ക്, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പ്രത്യേക ഇളവ് നൽകിയാണ് അത് നിലനിർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ പെട്ടെന്ന് വീണ്ടും ഒരു മാറ്റം എന്തിനാണ്? അത് ഈ വിശ്വാസികളുടെയും വൈദികരുടെയും ആ വികാരം പരിഗണിക്കണം എന്നുള്ളത് തന്നെയാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ മറുവിഭാഗം പറയുന്നത് ഇത് മാർപ്പാപ്പയുടെ അനുമതിയോടെ പുറത്തിറക്കിയ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വന്ന തീരുമാനമാണ്, ഔദ്യോഗിക തീരുമാനമാണ്. അത് നടപ്പാക്കാൻ ഏതെങ്കിലും ഒരു അതിരൂപതയ്ക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല. എല്ലാവർക്കും ആ തീരുമാനം അനുസരിക്കാൻ ബാധ്യസ്ഥമാണ്. അത് നടപ്പാക്കാത്തവർ, ഇത് വർഷങ്ങളായി 1-2 വർഷമായി തുടർച്ചയായി ഈ പ്രശ്നം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും പല സിനഡ് യോഗങ്ങളും ചേർന്നെങ്കിലും ഇതിലൊരു കൃത്യമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിലാണ് ഈ വരുന്ന അടുത്ത 3-ാം തീയതി മുതൽ എന്തായാലും ഈ സഭയ്ക്ക് കീഴിലുള്ള മുഴുവൻ പള്ളികളിലും ഈ ഏകീകൃത കുർബാന തന്നെ നടപ്പാക്കണം എന്ന് കർശനമായ ഒരു സർക്കുലർ പുറത്തിറക്കിയത്. പക്ഷേ ആ സർക്കുലർ കത്തിച്ചുകൊണ്ടൊക്കെയാണ് മറുവിഭാഗം അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടത്തിയത്. പക്ഷേ ഇപ്പോൾ ഈ സർക്കുലർ നടപ്പാക്കണം എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള വിഭാഗത്തിൻ്റെ പ്രതിഷേധവും കൊച്ചിയിൽ പുരോഗമിക്കണം. ആ തരത്തിൽ ഇരുവിഭാഗങ്ങളുടെയും പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ ഈ എറണാകുളം ബിഷപ്പ് ഹൗസ് സാക്ഷ്യം വഹിക്കുന്നത്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഏകീകൃത കുർബാന തർക്കം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ്. സർക്കുലർ നടപ്പാക്കാത്ത വൈദികരെ പുറത്താക്കുമെന്ന് പറയുന്നത്
നിന്ദ്യവും അപലപനീയവുമാണെന്നാണ് ഇരിങ്ങാലക്കുടയിലെ 89 വൈദികർ പ്രതിഷേധക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.